റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അവസാന ഹജ്ജിൽ ഈ ഉമ്മത്തിന് നൽകിയ ഉപദേശങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബവുമായി ബന്ധപ്പെട്ട്, വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് അത്തരം മേഖലകളിലുള്ള റസൂലുള്ളാഹിയുടെ വസിയത്തുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു, ഈമാൻ അത് നിലനിർത്താൻ നാം പരിശ്രമിക്കണം. മുഅ്മിനായിട്ടല്ലാതെ മരണപ്പെടരുത്. അയ്യാമു തശ്രീക്കിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ സംസാരം, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ മുഅ്മിനുൻ, മുഅ്മിനല്ലാത്ത ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മൾ മരണപ്പെടുന്നത് മുഅ്മിനായിട്ടാണ് എന്നുറപ്പിക്കാൻ അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഹിദായത്തുള്ളവരാണ്. പിന്നെ എന്തിനാണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഹിദായത്ത്, നമ്മുടെ ഈമാൻ അത് നിലനിൽക്കണം, അത് അധികരിക്കണം, ഈമാൻ വർദ്ധിക്കണം, ഹിദായത്ത് വർദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ ഉയർത്തുന്ന, ഈമാനിനായി മരണപ്പെടാനുള്ള പരിശ്രമങ്ങളിൽ നമ്മൾ ഉണ്ടാകണം. ഒരുപാട് കാലത്തെ സർവീസുകൾ കൊണ്ട് കാര്യമില്ല. ഞാനാണ് തുടങ്ങി വെച്ചത്, ഞാനാണ് തുടക്കക്കാരൻ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ആ വാക്കുകളല്ല. ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ അമലുകൾ എന്ത്, നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ത് എന്നതാണ് ഏറ്റവും പ്രാധാന്യം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രേരിപ്പിച്ചു മാതാപിതാക്കളുടെ വിഷയം, അതുപോലെ തന്നെ സഹോദരന്മാരുടെ വിഷയം, സഹോദരിമാരുടെ വിഷയം, കുടുംബക്കാരുടെ വിഷയം, അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം. മഹാനായ ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നോക്കണം, ഉമ്മുക വ അബാക വ ഉഖ്തക വ അഹാക സുമ്മ അദ്നാക, നിങ്ങളുടെ മാതാപിതാക്കളുടെ വിഷയങ്ങൾ, ഉമ്മമാരുടെ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രായമായാൽ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് മാറ്റി നിർത്തുന്നവരായി നിങ്ങളുടെ ഉമ്മമാർ മാറാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പിതാക്കളുടെ വിഷയം, മുസ്ലിമീങ്ങളെ നിങ്ങളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ സഹോദരിമാർ, അതിന് താഴെയുള്ള നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾ, അവരുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. ഇന്ന് പലപ്പോഴും മാതാപിതാക്കളുടെ വില ആളുകൾ അറിയുന്നില്ല. ഞാൻ ഓർത്തുപോയൊരു വിഷയം, ഈ അടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന സ്ഥാപനത്തിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ കാണാതായി. മത്സ്യബന്ധനത്തിന് പോയതാണ്. പലപ്പോഴും നമ്മുടെ മക്കൾക്ക് സൗകര്യങ്ങളുണ്ട്. പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാം രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കാലം. അന്ന് ആ അപകടത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ഇതാ രാവിലെ കടലിലേക്ക് ഇറങ്ങുമ്പോൾ കൂറ്റൻ തിരമാലകളെ കാണുമ്പോൾ പേടി തോന്നാറുണ്ട്. പക്ഷെ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. 4 ദിവസം ആ മയ്യത്തിന് വേണ്ടി ഒരു നാട് മുഴുവൻ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവിടെ കാത്തിരുന്നു. അവിടെ കുടുംബക്കാരുണ്ട്, അവിടെ കൂട്ടുകാരുണ്ട്, പഠിപ്പിച്ച അധ്യാപകരുണ്ട്, പരിചയക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. എവിടെയെങ്കിലും ഒരു ശരീരം അടിയുമോ എന്ന പ്രതീക്ഷയോടുകൂടെ ആളുകൾ കാത്തിരുന്നു. 4 ദിവസം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ആ നാട് നീങ്ങി. 4 ദിവസങ്ങൾക്ക് ശേഷം ജീർണിച്ച ഒരു മയ്യത്ത് കിട്ടി. അത് കാണാൻ വേണ്ടി സഹോദരൻ ചെന്നു, അവരുടെ കുടുംബക്കാർ ചെന്നു. ആ മയ്യത്ത് കണ്ടവരൊക്കെ വിധി പറഞ്ഞത്, ഇതൊരു പ്രായമായ
ഒരു 60 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ നല്ല വയോധികനായ ഒരാളുടെ മയ്യത്തായിരിക്കും. ഒരിക്കലും ഒരു 18 വയസ്സുള്ള 19 വയസ്സുള്ള കുട്ടിയുടെ മയ്യത്താവുകയില്ല. തിരിച്ചറിയാൻ ചെന്ന ആളുകളൊക്കെ പറഞ്ഞു, കാരണം ഉമ്മ തളർന്നിരിക്കാൻ. പോലീസുകാർ വിധി എഴുതി, ഇത് പേരറിയാത്ത, നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഡെഡ് ബോഡിയാണ്. മോർച്ചറിയിൽ അവർ സൂക്ഷിച്ചു. ആ മയ്യത്ത് കാണാൻ ഉമ്മ വന്നു. ഉമ്മ പറഞ്ഞു, എനിക്ക് ആ മയ്യത്തൊന്ന് കാണണം. ആ മയ്യത്ത് കണ്ട് ആ ഉമ്മ പറഞ്ഞു, ഇതെന്റെ കുട്ടിയാണ്. പോലീസുകാർ DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. റിസൾട്ട് വന്നു. ആഴ്ചകൾ കഴിഞ്ഞു. ആ വിധിയിലുള്ളത് ആ ഉമ്മ പറഞ്ഞതുപോലെ ഇത് അവരുടെ മകനാണ്, 19 വയസ്സുള്ള അവരുടെ കുട്ടിയാണ് എന്ന് ആ പരിശോധനയുടെ വിധി വരികയാണ്. തിരമാലകൾ തല്ലിക്കളിച്ച് കൂറ്റൻ പാറകളിലിടിച്ച് ഛിന്നഭിന്നമായ ഒരു മയ്യത്തിൽ നിന്ന് 4 ദിവസം വെള്ളത്തിൽ കിടന്ന് ജീർണിച്ച ആ ഒരു മയ്യത്ത് നോക്കി എല്ലാവരും പറഞ്ഞു, ഇത് ആ കുട്ടിയുടെ മയ്യത്തല്ല. പക്ഷേ ഒന്നാമത്തെ കാഴ്ചയിൽ ഉമ്മ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് നമ്മളെ ഏറ്റവും അധികം അറിയുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്. ആ സ്നേഹം നമ്മൾ അറിയുന്നില്ല. റസൂലുള്ളാഹി ഉണർത്തി, ഒന്നാമത്തെ നിന്റെ ബാധ്യത നിന്റെ ഉമ്മയോട്. നിന്റെ മക്കളെക്കാൾ, പുരുഷന്മാരെ നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഇണകളെക്കാൾ നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങളുടെ ഉമ്മയോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വേളയിലും അവസാനത്തെ ഹജ്ജിലെ ഉപദേശങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തി. അതുപോലെ നിങ്ങളുടെ ഉപ്പ, നിങ്ങളുടെ സഹോദരന്മാർ ഒരേ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ്, സഹോദരനാണ്. നിസാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. സഹോദരിയാണ്. നിസാരമായ വിഷയങ്ങളുടെ പേരിൽ അകറ്റി നിർത്തരുത്. സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ നിന്റെ പെങ്ങളാണ്, നിന്റെ സഹോദരിയാണ്, അവരെ പരിഗണിക്കണം. പിന്നീട് അവരെ താഴെയുള്ള നിന്റെ കുടുംബക്കാർ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ലക്ഷ്യം ഓർമ്മപ്പെടുത്തി. പരലോകമാണ് നമ്മുടെ ലക്ഷ്യം, ദുനിയാവ് നമ്മുടെ ലക്ഷ്യമല്ല. ദുനിയാവ് നമ്മുടെ ലക്ഷ്യമേ അല്ല. മരണം വരെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആവശ്യങ്ങളാണ് ദുനിയാവിൽ നിന്ന് കിട്ടേണ്ടത്. നമ്മുടെ ലക്ഷ്യങ്ങളല്ല ദുനിയാവിലുള്ളത്. നമ്മുടെ ലക്ഷ്യം മരണത്തിനപ്പുറമുള്ള പരലോക ജീവിതമാണ്. ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള ഇടമെങ്കിലും നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന ഹമ്മുഹുൽ ആഖിറ, ആരുടെയെങ്കിലും ലക്ഷ്യം ആഖിറാണോ, പരലോകമാണ് ആരുടെയെങ്കിലും ഹമ്മ് എങ്കിൽ ജഅല ഗിനാഉ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ധന്യത നൽകും. ചെറിയ കൂരയായിരിക്കും, പരിമിതികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പക്ഷേ ജീവിക്കാൻ മധുരമുണ്ടായിരിക്കും. ജീവിതത്തിൽ അവന്റെ ഹൃദയങ്ങളിൽ ധന്യതയുണ്ടായിരിക്കും. ആഖിറമാണ് ലക്ഷ്യമെങ്കിൽ. എന്നാൽ വമൻ കാനത്ത് നിയ്യത്തുഹു ദുനിയാ, ആരെങ്കിലും നീയത്ത് ദുനിയാവാണോ, എന്റെ കച്ചവടം, എന്റെ ദുനിയാവ്, എന്റെ വീട്, എന്റെ ബംഗ്ലാവ്, അങ്ങനെ ദുനിയാവിന്റെ പിറകെയാണ് ആളുകൾ ഓടുന്നത് എങ്കിൽ അറിയുക, വജഅല ഫഖ്റഹു ബൈന ഐനൈ, അവന്റെ കൺമുന്നിൽ അല്ലാഹു ദാരിദ്ര്യത്തെ നൽകും. എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, എപ്പോഴും ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും. ദുനിയാവാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, വലം യഅതിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അല്ലാഹു കണക്കാക്കിയതല്ലാത്ത ഒന്നും നീ നേടുകയില്ലടോ, പടച്ചോൻ കണക്കാക്കിയതേ കിട്ടുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ ആഖിറമാണ് ഉണ്ടാകേണ്ടത്. മറ്റൊരു വിഷയം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, ഒരു മുസ്ലിം ശാന്തതയുള്ളവനാകണം. ഒരു മുസ്ലിം പൊട്ടിത്തെറിക്കുന്നവനല്ല, ഒരു മുസ്ലിം വൈകാരികമായി ഇടപെടുന്നവനല്ല, ഒരു മുസ്ലിം കുരച്ചു ചാടുന്നവനല്ല. അവന്റെ കീഴിലുള്ളവരോട്, അവന്റെ ഇണയോട്, അവന്റെ മക്കളോട്, അവന്റെ ചുറ്റുമുള്ളവരോട് ഏറ്റവും മാന്യമായി, ഏറ്റവും ശാന്തമായിട്ടാണ് ഒരു മുസ്ലിം പെരുമാറേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ നിൽക്കുന്നു. പിറകിൽ നിന്ന് ചില ആളുകൾ ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്നു, ചില ആളുകൾ ഒട്ടകങ്ങളെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചാട്ടവാറ് ഒട്ടകത്തിന്റെ ദേഹത്ത് വീഴുന്ന ശബ്ദം റസൂലുള്ളാഹി കേൾക്കുന്നുണ്ട്.
പരസ്പരം തർക്കിക്കുന്ന ശബ്ദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഉറക്കെ പഠിപ്പിച്ചു, അയ്യുഹന്നാസ് അലൈക്കും ബിസക്കീന, ജനങ്ങളെ ശാന്തരായിരിക്കണം, നിങ്ങൾ ശബ്ദമുയർത്തരുത്, പരസ്പരം തമ്മിൽ തല്ലരുത്, മക്കളുടെ നേരെ, ഭാര്യയുടെ നേരെ, കുടുംബക്കാരുടെ നേരെ, കൂട്ടുകാരുടെ നേരെ അങ്ങനെ ശബ്ദമുയർത്തി കുരച്ചുചാടുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടാകരുത്. നിങ്ങൾ ശാന്തതയുള്ളവരാകണം, വഖാറുണ്ടാകണം, ഗാംഭീര്യമുണ്ടാകണം. ആ ഗാംഭീര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മുഴുവൻ വരച്ച വരയിൽ നിർത്തുന്നതല്ല, അത് ഈമാൻ കൊണ്ടുണ്ടാകേണ്ടതാണ്, ജനങ്ങൾ നൽകേണ്ടതാണ്, നമ്മൾ പിടിച്ചു വാങ്ങേണ്ടതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുശേഷം ഓർമ്മപ്പെടുത്തുകയാണ്, എത്രത്തോളം നിങ്ങൾക്ക് ശാന്തതയുണ്ടാകണം. ഇദാ റമൈതുമുൽ ജംറ ഫർമൂഹാ ബിമിസ്ലി ഹസൽ ഖസ്ഫി, ഇനി ജംറയിൽ നിങ്ങൾ കല്ലെറിയുകയാണെങ്കിൽ പോലും ചെറിയ കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിയൂ. ജംറയിൽ കല്ലെറിയുകയാണ്, ആ വേളയിൽ പോലും വലിയ കല്ലുകളല്ല നിങ്ങൾ എടുക്കേണ്ടത്, കൊച്ചു കല്ലുകൾ കൊണ്ടെറിയൂ. കാരണം നിങ്ങളുടെ മതം സക്കീനത്താണ്, നിങ്ങളുടെ മതം ശാന്തതയാണ്, നിങ്ങളുടെ മതം മറ്റുള്ളവർക്ക് നൽകേണ്ടത് സമാധാനമാണ്. മുസ്ലിമായ ഒരു മനുഷ്യൻ അവൻ വീട്ടിലെത്തിയാൽ വീട്ടിൽ സക്കീനത്തുണ്ടാകണം, അവന്റെ മക്കൾക്ക് സക്കീനത്തുണ്ടാകണം. അവൻ അങ്ങാടിയിലെത്തിയാൽ അവിടെ ശാന്തതയുണ്ടാകണം. അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് ശാന്തത നൽകുന്ന, സമാധാനം നൽകുന്നതായിരിക്കണം ഒരു മുസ്ലിമിന്റെ പെരുമാറ്റം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് ഓർമ്മപ്പെടുത്തിയത് മസീഹു ദജ്ജാലിനെ കുറിച്ചാണ്. മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ ഇല്ലാ അൻദറ ഉമ്മതഹു അൻദറഹു നൂഹുൻ വന്നബിയ്യൂന മിൻ ബഅദി. ലോകത്ത് കടന്നു വന്ന ഒരു നബിയും മസീഹു ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകാതെ പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, ലോകത്ത് വന്ന നബിമാരെല്ലാം മസീഹു ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകി. റസൂലുള്ളാഹിയുടെ അവസാനത്തെ സംസാരങ്ങളിൽ, റസൂലുള്ളാഹിയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ, ആ സംസാരത്തിൽ അതിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാം മസീഹു ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം കടന്നു വന്ന നബിമാരും മസീഹു ദജ്ജാലിനെ കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. വഇന്നഹു യഖ്റുജു ഫീകും, അറിയുക ഉമ്മത്തെ, നിങ്ങളിലേക്കാണ് മസീഹു ദജ്ജാൽ കടന്നു വരിക. പ്രിയമുള്ളവരെ, മസീഹു ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് നാം കരുതിയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തു വന്ന മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ലോകത്തു വന്ന മുഴുവൻ പ്രവാചകന്മാരും ഉമ്മത്തിനു താക്കീത് നൽകിയ ഫിത്നയാണ് മസീഹു ദജ്ജാലിന്റെ ഫിത്ന. ആ ഫിത്ന ഈ ഉമ്മത്തിനാണ്, നമ്മളെയാണ് ആ ഫിത്ന കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ പഠിച്ച് അവന്റെ ഫിത്നയെ തൊട്ട് കരുതിയിരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.